എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോ സ്വതന്ത്രമായിട്ട് 200 വർഷം പിന്നിട്ടു. 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു സ്ത്രീക്ക് രാജ്യത്തിന്റെ ഭരണതലപ്പത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാത്തിരിപ്പിന് ഇപ്പോൾ അന്ത്യമായി. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഇടതുപക്ഷക്കാരിയായ ക്ലോഡിയ ഷെയ്ൻബോമിനെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തപ്പോൾ അവസാനമായത് മെക്സിക്കൻ സമൂഹത്തിൽ വേരൂന്നിയ പുരുഷാധിപത്യമാണ്. കത്തോലിക്ക രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയെ നയിക്കുന്ന ആദ്യ ജൂത നേതാവ് എന്ന നേട്ടവും ഇനി ക്ലോഡിയയ്ക്കാണ്. രാജ്യത്തെ ശക്തരായ ലഹരി മാഫിയ സംഘങ്ങളോടൊപ്പം ക്ലോഡിയ ഷെയ്ൻബോം അതിജീവിക്കേണ്ടത് നിരവധി വെല്ലുവിളികളെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ തെറ്റിയില്ല. ഇടതുപക്ഷക്കാരി ക്ലോഡിയ ഷെയ്ൻബോം മെക്സിക്കോയിൽ ചരിത്രമെഴുതി. ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞയായ ക്ലോഡിയ രാജ്യത്തെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതയെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയെ നയിക്കാൻ ഒരു ജൂത നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ്. സ്ത്രീകൾ പ്രധാന മത്സരാർത്ഥികളായി വന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയിലെ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. ക്ലോഡിയ ജയിച്ചില്ലെങ്കിലും ഒരു വനിത തന്നെ ഇക്കുറി മെക്സിക്കോയുടെ പ്രസിഡന്റ് ആകുമായിരുന്നു. ക്ലോഡിയയുടെ ഏറ്റവും അടുത്ത എതിരാളിയും വനിതയായിരുന്നു. മധ്യ വലതു പാർട്ടിയായ നാഷണൽ ആക്ഷൻ പാർട്ടി നേതാവും വ്യവസായ പ്രമുഖയുമായ സോജിത് ഗാൽവസ് ആയിരുന്നു ക്ലോഡിയയുടെ പ്രധാന എതിരാളി. 60% വോട്ട് നേടിയാണ് ക്ലോഡിയ ഷെയ്ൻബോം വിജയമുറപ്പിച്ചത്. മുൻ സെനറ്റർ കൂടിയായ ഗാൽവസിന് നേടാനായത് വെറും 26.6% വോട്ട് മാത്രം. തെരഞ്ഞെടുപ്പിലെ ഏക പുരുഷ സ്ഥാനാർത്ഥി ജോൺ അൽവാരസ് മെയ്മിസിനേക്കാൾ 50% വോട്ടിന്റെ ഭൂരിപക്ഷം ക്ലോഡിയ ഷെയ്ൻബോമിന് ലഭിച്ചു. ഒക്ടോബർ 1 പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന ക്ലോഡിയയ്ക്ക് 2030 വരെ അധികാരത്തിൽ തുടരാം. മെക്സിക്കൻ രാഷ്ട്രീയത്തിലെ കണ്ണാടി മേൽക്കൂര പൊട്ടിച്ച് ക്ലോഡിയ അധികാരത്തിലേക്ക് നടന്നെടുത്തു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മെക്സിക്കോയുടെ 4ാമത്തെ പരിവർത്തനം അഥവാ 4T എന്നാണ് ക്ലോഡിയ ഷെയ്ൻബോമിന്റെ ചരിത്ര നിയോഗത്തെ മാധ്യമങ്ങളും അവരുടെ പാർട്ടിയായ മെറോനയും വിശേഷിപ്പിച്ചത്. 1810-ലെ സ്വാതന്ത്ര്യപ്രാപ്തി, 1858-ലെ ചർച്ചും രാഷ്ട്രവും വേർതിരിക്കപ്പെട്ട നവീകരണ യുദ്ധം, 1910-ലെ മെക്സിക്കൻ വിപ്ലവം എന്നീ മുന്നേറ്റങ്ങൾക്കൊപ്പം 4ാമത്തെ ചരിത്രപരമായ പരിവർത്തനമായാണ് ക്ലോഡിയ ഷെയ്ൻബോമിന്റെ പ്രസിഡന്റ് പദവിയെ താരതമ്യം ചെയ്തിരിക്കുന്നത്. കാലാവധി പൂർത്തിയാക്കി സ്ഥാനമൊഴിയുന്ന ജനപ്രിയ പ്രസിഡന്റ് ആൻഡ്രൂസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോറിന്റെ മാനസപുത്രിയാണ് ക്ലോഡിയ ഷെയ്ൻബോം. 6 വർഷത്തിനിപ്പുറം പ്രസിഡന്റാകാൻ മെക്സിക്കോ ഭരണഘടന അനുവദിക്കാത്തതുകൊണ്ടാണ് പ്രസിഡന്റ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ ഭരണ തുടർച്ച ഏറ്റവും അടുത്ത അനുയായിയായ ക്ലോഡിയയ്ക്ക് നൽകിയത്. ഒബ്രഡോറിന്റെ പാരമ്പര്യം നിലനിർത്തുമെന്ന് ജനങ്ങളോട് പ്രതിജ്ഞ ചെയ്താണ് ക്ലോഡിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഒബ്രഡോറിന്റെ ഭരണത്തെ സംബന്ധിച്ച് ഒരു ജനഹിത പരിശോധന എന്ന നിലയിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ പലരും വീക്ഷിച്ചത്. ക്ലോഡിയ നേടിയ അതിശയിപ്പിക്കുന്ന വിജയം ഒബ്രഡോറിന്റെ മാത്രമല്ല, മെറോന പാർട്ടിയുടെ വിശ്വാസ്യതയെയും വർദ്ധിപ്പിച്ചു. മെക്സിക്കൻ രാഷ്ട്രീയ ദിശ മാറ്റിയ നേതാവാണ് അധികാരമൊഴിയുന്ന പ്രസിഡന്റ് ആൻഡ്രൂസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ. ദീർഘനാളത്തെ വലതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ഒബ്രഡോർ രൂപം കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനമായ മെറോന മെക്സിക്കോയിൽ അധികാരം കരസ്ഥമാക്കുന്നത്. രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാനായതും അടിസ്ഥാന വേതനം ഇരട്ടിയാക്കുന്നതുമൊക്കെ ഒബ്രഡോറിന്റെ പ്രകീർത്തിക്കാനുള്ള നേട്ടങ്ങളാണ്. എന്നാൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താൻ കഴിയാതെ പോയതും ലഹരി മാഫിയ സംഘങ്ങളായ കാർട്ടലുകളെ നിയന്ത്രിക്കാൻ സാധിക്കാതിരുന്നതും അദ്ദേഹത്തിനെതിരെയുള്ള പോരായ്മകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാവങ്ങൾക്കായി തന്റെ മുൻഗാമി ഒബ്രഡോർ അവതരിപ്പിച്ച ക്ഷേമ പദ്ധതികൾ തുടരുമെന്ന് ക്ലോഡിയ പ്രഖ്യാപിച്ചു. പ്രായമായവർ, ഭർത്താവില്ലാത്ത മക്കൾക്കൊപ്പം താമസിക്കുന്ന സ്ത്രീകൾക്കുള്ള ധനസഹായം, രാജ്യത്തിന്റെ ദരിദ്രമായ പ്രദേശങ്ങളിൽ മുൻനിര അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒബ്രഡോറിന്റെ നയങ്ങൾ തുടരുമെന്നും ഷെയ്ൻബോം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു പിന്നാലെ പാർട്ടി അണികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞു. പ്രതിദിനം 10 സ്ത്രീകൾ കൊല്ലപ്പെടുന്ന മെക്സിക്കോയിൽ തങ്ങളെ നയിക്കാൻ ക്ലോഡിയ ഷെയ്ൻബോം എത്തിയതിന്റെ ആഹ്ലാദാരവങ്ങളോടെയാണ് സ്ത്രീ സമൂഹം സ്വീകരിച്ചത്. അതേസമയം മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ക്ലോഡിയ തിരഞ്ഞെടുക്കപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ പടിഞ്ഞാറൻ മെക്സിക്കോയിൽ വനിതാ മേയറെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. കോട്ടിഹ നഗരത്തിലെ മേയറായ യൊലാൻഡെ സാഞ്ചസാണ് കൊല്ലപ്പെട്ടത്. ആധുനിക മെക്സിക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ രക്തക്കറ പുരണ്ട തെരഞ്ഞെടുപ്പിനാണ് മെക്സിക്കോ ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. വിവിധ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച 38 സ്ഥാനാർത്ഥികളടക്കം 200-ലേറെ പേർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊല്ലപ്പെട്ടു. തങ്ങൾക്ക് അനുകൂലമായ നേതാക്കളെ പ്രതിഷ്ഠിക്കാനുള്ള ക്രിമിനൽ സംഘങ്ങളുടെ പ്രവൃത്തിയുടെ ഭാഗമായി 100 കണക്കിന് സ്ഥാനാർത്ഥികൾ കൊഴിഞ്ഞു പോകുകയും ചെയ്തിരുന്നു. വലിയ അനുഭവ സമ്പത്തുമായാണ് ക്ലോഡിയ ഷെയ്ൻബോം മെക്സിക്കോയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. മാനുവൽ ലോപ്പസ് ഒബ്രഡോർ തലസ്ഥാനമായ മെക്സിക്കൻ സിറ്റിയുടെ മേയറായിരുന്നപ്പോൾ പരിസ്ഥിതി സെക്രട്ടറിയായിരുന്നു ക്ലോഡിയ. തുടർന്ന് 2018-ൽ ക്ലോഡിയ മെക്സിക്കോ സിറ്റിയുടെ മേയറായി. മെക്സിക്കോയിലെ ആദ്യ വനിതാ മേയർ എന്ന ബഹുമതിയും ക്ലോഡിയയുടെ പേരിലായി. ഇതോടെ അവർ രാഷ്ട്രത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും
രാജ്യത്തെ ശക്തരായ നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തു. ബൾഗേറിയയിൽ നിന്നും മെക്സിക്കോയിലേക്ക് കുടിയേറിയ ജൂത കുടുംബമാണ് ക്ലോഡിയ ഷെയ്ൻബോമിന്റേത്. ശാസ്ത്രജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ക്ലോഡിയയും ശാസ്ത്രജ്ഞയാണ്. അവരുടെ മാതാപിതാക്കളും സഹോദരനും ശാസ്ത്രജ്ഞരാണ്. എനർജി എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റുള്ള ക്ലോഡിയ കാലാവസ്ഥാ ശാസ്ത്രജ്ഞയാണ്. പരിസ്ഥിതിയെയും സുസ്ഥിര വികസനത്തെയും അധികരിച്ച് രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ച 100-ലേറെ പഠന ലേഖനങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2007 സമാധാന നോബൽ നേടിയ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലെ സംഘാംഗമായിരുന്നു ക്ലോഡിയ. 2018 BBC തിരഞ്ഞെടുത്ത കരുത്തരായ 100 വനിതകളിലൊരാളായി ക്ലോഡിയ ഷെയ്ൻബോം മാറി. അതേസമയം അധികാര വഴിയിൽ ക്ലോഡിയയെ കാത്തിരിക്കുന്നത് അനവധി പ്രതിസന്ധികളാണ്. അതിലേറ്റവും ശക്തം രാജ്യത്തെ ലഹരി മാഫിയ സംഘങ്ങളാണ്. മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കും വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും തടയിടുക എന്നതായിരിക്കും ക്ലോഡിയ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലാണ് മെക്സിക്കോ. മയക്കുമരുന്ന് മാഫിയകളുടെ വലിയ അരാജകത്വത്തിനും അക്രമങ്ങൾക്കും എതിരെ ദശാബ്ദങ്ങളായി പോരാട്ടം നടത്തുന്ന രാജ്യമാണ് മെക്സിക്കോ. രാഷ്ട്രത്തിൽ തന്റെ മാർഗദർശിയായ മാനുവൽ ലോപ്പസ് ഒബ്രഡോറിനെ അനുസരിച്ച് ഭരിക്കുന്ന ഒരാൾ മാത്രമായിരിക്കും എന്ന വിമർശനത്തെയും ക്ലോഡിയ അതിജീവിക്കേണ്ടതുണ്ട്. ഒബ്രഡോർ നടപ്പിലാക്കിയ ജനപ്രിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എന്നതും ക്ലോഡിയയ്ക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. പെൻഷൻ ഇരട്ടിയാക്കിയത് തങ്ങളെ ചൂഷണം ചെയ്താണെന്നുള്ള യുവാക്കളുടെ പ്രതിഷേധത്തിനും പുതിയ പ്രസിഡന്റ് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നവംബറിൽ US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ക്ലോഡിയ ഷെയ്ൻബോമിന് നിർണായകമാണ്. അധികാരത്തിലെത്തിയാൽ മെക്സിക്കോയിൽ നിർമ്മിക്കുന്ന ചൈനീസ് കാറുകൾക്ക് 100% താരിഫ് ചുമത്തുമെന്നും മയക്കുമരുന്ന് കാർട്ടലുകളെ നേരിടാൻ പ്രത്യേക സേനയെ മെക്സിക്കൻ അതിർത്തിയിൽ വിന്യസിക്കുമെന്നും ട്രംപ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ മെക്സിക്കോയിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം മേഖലയിലെ രാഷ്ട്രീയ കാലാവസ്ഥയിലും രാജ്യാന്തര ബന്ധങ്ങളിലും മാറ്റമുണ്ടാക്കുമെന്നാണ് സൂചന. കുട്ടികൾക്കെതിരെ ക്രൂരത കാട്ടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇസ്രായേലിനെ ഉൾപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടന. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം 8 മാസം പിന്നിടുമ്പോഴാണ് UN-ന്റെ ഈ തീരുമാനം. പട്ടികയിൽ ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീക്കത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയുമായുള്ള ബന്ധത്തെ തീരുമാനം ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ 4 പേരെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരുടെ പട്ടികയിലാണ് ഇസ്രായേൽ സൈന്യത്തെയും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടുത്തിയത്. ഇതേ പട്ടികയിൽ ഹമാസും ഇസ്ലാമിക് ജിഹാദിനെയും ചേർത്തിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കയറി ആക്രമണവും കുട്ടികളെ അടക്കം തട്ടിക്കൊണ്ടുപോയതുമാണ് ഹമാസിനെ പട്ടികയിൽപ്പെടുത്താൻ കാരണം. UN സെക്രട്ടറി ജനറലിന്റെ ഓഫീസ് ഓരോ വർഷവും പുറത്തിറക്കുന്ന കുട്ടികളും സായുധ സംഘർഷവും എന്ന റിപ്പോർട്ടിന്റെ ഭാഗമാണ് കരിമ്പട്ടിക. UN സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി വെർജീനിയ ഗാംബയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. യുദ്ധത്തിനിടെ കുട്ടികളെ വധിക്കുക, അവർക്ക് സഹായം നിഷേധിക്കുക, സ്കൂളുകളും ആശുപത്രികളും ആക്രമിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയാണ് UN സെക്രട്ടറി ജനറലിന്റെ വാർഷിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താറുള്ളത്. റിപ്പോർട്ട് ഈ മാസം 18-ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം UN സെക്രട്ടറി ജനറലിന്റെ ഓഫീസ് ഇസ്രായേലിന്റെ UN സ്ഥാനപതിയെ ഔദ്യോഗികമായി അറിയിച്ചു. UN തീരുമാനത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച ഇസ്രായേൽ നീക്കം ലജ്ജാവഹമാണെന്നും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞു. ലോകത്ത് ഏറ്റവും അധികം ധാർമ്മികത പുലർത്തുന്ന സൈന്യമാണ് ഇസ്രായേലിന്റേതെന്നും UN തീരുമാനത്തിലൂടെ അതിന് മാറ്റമുണ്ടാകില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഗാസ യുദ്ധത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹ പരിശോധനയിൽ 7797 കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചതായി UN കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു. എന്നാൽ കുട്ടികളുടെ മരണം ഇതിലും കൂടുതലാണെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. അതേസമയം UN സെക്രട്ടറി ജനറലിന്റെ ശുപാർശയിൽ നടപടിയെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രക്ഷാസമിതിയാണ്. രക്ഷാസമിതിയിൽ വീറ്റോ അധികാരമുള്ള അമേരിക്ക ഇസ്രായേലിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ കൂട്ടുനിൽക്കില്ല എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ തവണ തന്നെ ഇസ്രായേലിനെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കമുണ്ടായിരുന്നുവെന്നും എന്നാൽ സമ്മർദ്ദത്തെ തുടർന്ന് UN ഏജൻസിക്ക് പിന്മാറേണ്ടി വന്നുവെന്നും ആരോപണമുണ്ട്. അതിനിടെ ഒക്ടോബർ 7-ന് രാജ്യത്തുനിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ 4 പേരെ ഇസ്രായേൽ സൈന്യം രക്ഷിച്ചു. ഗാസയിലെ നുസൈറത്ത് മേഖലയിലെ 2 കെട്ടിടങ്ങളിൽ നിന്നാണ് ബന്ദികളെ രക്ഷപ്പെടുത്തിയത്. അതിസങ്കീർണമായ ഓപ്പറേഷനിലൂടെയാണ്
ഇവരെ ജീവനോടെ കണ്ടെത്തിയതെന്നും ഹമാസുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ അറിയിച്ചു. ഇതേ മേഖലയിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 210 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസും അറിയിച്ചു. 400-ലേറെ പേർക്ക് പരിക്കേറ്റു. ബന്ദികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനിടെ കൂട്ടക്കൊല നടന്നതാണോ എന്നും വ്യക്തമല്ല. ബന്ദികളുടെ ആരോഗ്യം തൃപ്തികരമാണെന്നും ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. മോചിക്കപ്പെട്ടവരിൽ 25-കാരിയായ നോവ അർഗമാനിയും ഉണ്ട്. ഇസ്രായേലിൽ കടന്നുകയറിയ ഹമാസ് തോക്കു ചൂണ്ടി നോവയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യം ലോകത്തെ ഞെട്ടിച്ചിരുന്നു. തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് ഭീകരരോട് യാചിക്കുന്ന ദൃശ്യമാണ് ലോകത്തെ വേദനിപ്പിച്ചത്. നോവയോടൊപ്പം ബന്ധിയാക്കിയ അവളുടെ സുഹൃത്ത് അവിനാഥൻ ജീവനോടെ ഉണ്ടോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ലോകശ്രദ്ധ ആകർഷിച്ച ബഹിരാകാശ വാർത്തകളായിരുന്നു പോയ വാരം സംഭവിച്ചത്. മനുഷ്യന്റെ ഗോളാന്തര യാത്രാ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന ഇലോൺ മാസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണം വിജയിച്ചു. ലോകത്തെ ഏറ്റവും വലുതും ശക്തിയേറിയതുമായ സ്റ്റാർഷിപ്പിന്റെ ലക്ഷ്യം ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യരെ എത്തിക്കുക എന്നതാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിന്റെ കന്നി യാത്രയ്ക്ക് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. 3-ാം തവണ ബഹിരാകാശത്തിലെത്തിയ സുനിതയുടെ നൃത്തം ആസ്വദിച്ച് ലോകം. ഒന്നിൽ പിഴച്ചാൽ 4-ൽ വിജയിക്കുമെന്നാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഇപ്പോൾ പറയുന്നത്. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ബഹിരാകാശ ദൗത്യം നേരത്തെ ഒന്നിനു പുറകെ 3 പരാജയപ്പെട്ടിരുന്നു. ഒടുവിൽ 4-ാം പരീക്ഷണം വൻ വിജയമായി. ഭാവിയിൽ ചന്ദ്രനിലും ചൊവ്വയിലും അതിനപ്പുറവും മനുഷ്യരുടെ കോളനികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിപ്പിച്ചെടുത്തതാണ് സ്റ്റാർഷിപ്പ് റോക്കറ്റ്. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ വിക്ഷേപണം വിജയിച്ചതിന് സ്പേസ് എക്സിലെ ജീവനക്കാരെ ഇലോൺ മസ്ക് അഭിനന്ദിച്ചു. വ്യാഴാഴ്ച ടെക്സസിലെ ബോക്കാചിഗയിലുള്ള സ്പേസ് എക്സിന്റെ സ്റ്റാർബേസ് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. 100 സഞ്ചാരികൾക്കിരിക്കാവുന്ന സ്റ്റാർഷിപ്പ് പേടകം, സൂപ്പർ ഹെവി ബൂസ്റ്റർ എന്നിവ ചേർന്നതാണ് സ്റ്റാർഷിപ്പ് റോക്കറ്റ്. 5000 ടണ്ണാണ് ഭാരം. ഇന്നുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള വിക്ഷേപണ വാഹനമാണിത്. ഉയരം 394 അടി. 365 അടി ഉയരമുള്ള യുഎസിന്റെ സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് തൊട്ടുപുറകിൽ. വിക്ഷേപിച്ച് 7 മിനിറ്റുകൾക്കുള്ളിൽ സൂപ്പർ ഹെവി ബൂസ്റ്റർ മെക്സിക്കൻ ഉൾക്കടലിൽ തിരിച്ചിറങ്ങി. 200 കിലോമീറ്ററിലധികം ഭ്രമണപഥത്തിലെത്തിയ സ്റ്റാർഷിപ്പ് 90 മൈൽ സഞ്ചരിച്ച് ആദ്യമായാണ് 2 ഘട്ടങ്ങളും വിജയകരമാകുന്നത്. എന്നാൽ ബൂസ്റ്റർ തിരിച്ചിറങ്ങുമ്പോൾ സാങ്കേതിക പ്രശ്നം നേരിട്ടിരുന്നു. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉയരത്തിൽ സ്പേസ് എക്സിൽ നിന്നുള്ള ലൈവ് സ്ട്രീം വീഡിയോ അതിന്റെ 4 കൺട്രോൾ ഫിനുകളിൽ ഒന്നിന് കേടുപാടുകൾ സംഭവിക്കുന്നതായും ക്യാമറ ലെൻസ് പൊട്ടുന്നതായും കാണിച്ചു. എങ്കിലും പരീക്ഷണ ലക്ഷ്യം പൂർത്തീകരിച്ചാണ് റോക്കറ്റ് സമുദ്രത്തിൽ പതിച്ചതെന്ന് സ്പേസ് എക്സ് കമ്പനി അറിയിച്ചു. പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വാഹനം എന്ന പ്രത്യേകതയും സ്റ്റാർഷിപ്പിനുണ്ട്. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ് 3 മിഷനിൽ സ്റ്റാർഷിപ്പ് പേടകമാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ ഏത് കോണിലും 1 മണിക്കൂർ കൊണ്ടോ അതിനുള്ളിലോ പറന്നെത്താനുള്ള ലക്ഷ്യത്തിനായി തയ്യാറെടുക്കുകയാണ് സ്റ്റാർഷിപ്പ്. ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിന്ന് ഒടുവിൽ ഇന്ത്യൻ വംശജ സുനിത വില്യംസും സഹയാത്രികനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിൽ പറന്നിറങ്ങി. ബോയിംഗ് സ്റ്റാർലൈന്റെ പേടകത്തിലാണ് ഇരുവരും നിലയത്തിലെത്തിയത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 2 തവണ മാറ്റിവെച്ച വിക്ഷേപണമാണ് 3-ാം ശ്രമത്തിൽ ലക്ഷ്യം കണ്ടത്. മനുഷ്യരെ വഹിച്ചുള്ള സ്റ്റാർലൈനറിന്റെ ആദ്യ ദൗത്യമാണിത്. വിക്ഷേപണത്തറയിൽ നിന്നും പറന്നുയർന്നതിന് ശേഷം ഉണ്ടായ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതുവരെ നെഞ്ചെടുപ്പോടെയാണ് ലോകം ഈ ദൗത്യത്തെ നിരീക്ഷിച്ചത്. ഇത് 3-ാം തവണയാണ് സുനിത ബഹിരാകാശ നിലയത്തിലെത്തുന്നത്.
ISSലേക്ക് നൃത്തച്ചുവടോടെ പ്രവേശിക്കുന്ന സുനിതയുടെ വീഡിയോ വൈറലായി. നിലയത്തിലെ മറ്റേഴ് സഞ്ചാരികളും സുനിതയെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. പുതിയ ബഹിരാകാശ പേടകത്തിന്റെ കന്നി ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആദ്യ വനിത എന്ന ചരിത്രവും ഈ ദൗത്യത്തോടെ സുനിത സ്വന്തമാക്കി. പേടകം വികസിപ്പിക്കുന്നതിന് നാസയിലെയും ബോയിങ്ങിലെയും എഞ്ചിനീയർമാർക്കൊപ്പം സുനിതയും പങ്കാളിയായിരുന്നു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ബുധനാഴ്ച ഇന്ത്യൻ സമയം രാത്രി 8:22 കുതിച്ചുയർന്ന സ്റ്റാർലൈനർ പേടകം 26 മണിക്കൂർ കൊണ്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനടുത്ത് എത്തിയത്. ISSനടുത്ത് എത്തുന്നതിന് മുമ്പ് സ്റ്റാർലൈനറിൽ ഹീലിയ ചോർച്ച കണ്ടെത്തിയത് ആശങ്ക വർദ്ധിപ്പിച്ചു. 2 വാൽവുകൾ അടച്ചാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത്. ഇത് കാരണം 1 മണിക്കൂറോളം വൈകിയാണ് പേടകത്തെ നിലയവുമായി ബന്ധിപ്പിക്കുന്ന ഡോക്കിംഗ് പ്രക്രിയ നടന്നത്. ISSലേക്കുള്ള യാത്രയിൽ സുനിത തനിക്ക് പ്രിയപ്പെട്ട മീൻകറിയും ഒപ്പം കൂട്ടിയതായി നാസ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. മുൻ യാത്രകളിൽ കൊണ്ടുപോകാറുള്ള സമോസ ഇപ്രാവശ്യമില്ലായിരുന്നു. കഴിഞ്ഞ തവണ യാത്രയിൽ സുനിതയ്ക്ക് കൂട്ടായി ഉണ്ടായിരുന്ന ഭഗവത്ഗീതയ്ക്ക് പകരം ഇപ്രാവശ്യം ചെറിയൊരു ഗണേശ വിഗ്രഹമാണ് ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയത്. സ്റ്റാർലൈനർ പേടകത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. നിലയത്തിലേക്ക് സ്വയം ഗതിനിർണയം നടത്തി സഞ്ചരിക്കാനുള്ള പേടകത്തിന്റെ ശേഷി ഇരുവരും വിലയിരുത്തി. ബഹിരാകാശ നിലയത്തിലേക്കുള്ള 7 പേരോടൊപ്പം ഒരാഴ്ച താമസിച്ച് സുനിതയും ബുച്ച് വിൽമോറും വിവിധ ഗവേഷണങ്ങൾ നടത്തും. സ്റ്റാർലൈനറിൽ തന്നെയാണ് ഇരുവരുടെയും ഭൂമിയിലേക്ക് മടക്കയാത്ര. വിക്ഷേപണത്തോടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ മോഡ്യൂളിന് പുറമെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെയും മറ്റും എത്തിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ സ്ഥാപനമായി ബോയിങ് മാറി. ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഡോക്ടർ ദീപക് പാണ്ഡ്യയാണ് സുനിതയുടെ പിതാവ്. അമേരിക്കയിലെത്തിയ അദ്ദേഹം സ്ലൊവേനിയക്കാരിയായ ബോണിയെ വിവാഹം കഴിച്ചു. 1/4 നൂറ്റാണ്ടിലധികമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ പ്രവർത്തിച്ചു വരികയാണ് 59-കാരിയായ സുനിത വില്യംസ്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുനിതയുടെ ബഹിരാകാശ യാത്രയെ ഏറെ കൗതുകത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത്. ബഹിരാകാശവാസം മനുഷ്യന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുമെന്ന് ഒരിക്കൽ ഇന്ത്യയിലെത്തിയപ്പോൾ സുനിത പറഞ്ഞിരുന്നു. ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങളെയും കൃത്രിമ സാധനങ്ങളെയും താരതമ്യം ചെയ്യാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് മെയ്ഡ് ഇൻ ചൈന. ഈ പേരുദോഷം ഉള്ളപ്പോൾ തന്നെ വൻ തട്ടിപ്പാണ് ചൈന വിനോദസഞ്ചാരികളോട് കാണിച്ചത്. ആ തട്ടിപ്പിനെക്കുറിച്ചാണ് ലോകം പോയ വാരത്തിലെ അടുത്ത വാർത്ത. ലോകത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. അതിനാവശ്യമായതെല്ലാം പ്രകൃതിയും മനുഷ്യരും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ചൈനയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് യുൻതായ് വെള്ളച്ചാട്ടം. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്നാണ് ചൈനയുടെ അവകാശവാദം. യുനെസ്കോയുടെ ഗ്ലോബൽ ജിയോ പാർക്കായി ആഗോളതലത്തിൽ തിരഞ്ഞെടുത്ത 213 പാർക്കുകളിൽ ഒന്നായ യുൻതായ് മലനിരകളിലാണ് ഈ വെള്ളച്ചാട്ടം. 312 മീറ്ററാണ് ഇതിന്റെ ഉയരം. ഈ വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ യുൻതായ് മലനിരകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ആസ്വദിക്കാനാണ് ചൈനീസ് അധികൃതർ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന തരത്തിൽ പരസ്യങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 70 ലക്ഷം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിയതായാണ് അധികൃതരുടെ കണക്ക്. എന്നാൽ എല്ലാം തകിടം മറിച്ചത് ഒരു വിനോദസഞ്ചാരിയുടെ സാഹസിക ബുദ്ധിയാണ്. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ വശം കാണാൻ പാറയിൽ അള്ളിപ്പിടിച്ചു കയറിയ അയാൾ മുകളിലെത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. പാറ തുരന്ന് നിർമ്മിച്ച പൈപ്പിലൂടെ ശക്തമായി ഒഴുകുന്ന വെള്ളമാണ് അയാൾ കണ്ടത്. താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്ന വെള്ളമാണ് പൈപ്പിലൂടെ ഒഴുകി കൃത്രിമ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നതെന്ന് വിനോദസഞ്ചാരി കണ്ടെത്തി. വിനോദസഞ്ചാരികളെ വിഡ്ഢികളാക്കുന്ന അധികൃതരുടെ ചെയ്തി വീഡിയോയിൽ പകർത്തി അയാൾ ഫീനിക്സ് ടിവിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ വീഡിയോ വൈറലായി. ചൈനീസ് സമൂഹമാധ്യമമായ വെയ്ബോയിലും ഡൗയൂനിലും കോടിക്കണക്കിന് ആളുകൾ വെള്ളച്ചാട്ടം കൃത്രിമമാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് ചൈനയ്ക്ക് പുറത്തും വീഡിയോ പ്രചരിച്ചു.
പിന്നെ ചേരിതിരിഞ്ഞുള്ള കമന്റുകളും ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത്. തട്ടിപ്പാണെങ്കിലും കുറച്ച് പ്രൊഫഷണലായി ചെയ്തുകൂടെ എന്നാണ് ചിലരുടെ കമന്റ്. സന്ദർശകരെ നിന്ദിക്കുന്നതാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഇതോടെ വെള്ളച്ചാട്ടം നിൽക്കുന്ന സീനിക് പാർക്ക് നടത്തിപ്പുകാർ കുറ്റം സമ്മതിച്ചു. വേനൽക്കാലമായതിനാൽ സഞ്ചാരികളെ നിരാശപ്പെടുത്തേണ്ടല്ലോ എന്ന് കരുതിയാണ് പൈപ്പിലൂടെ വെള്ളം കടത്തിവിട്ട് വെള്ളച്ചാട്ടം സൃഷ്ടിച്ചതെന്ന് പാർക്ക് അധികൃതർ വിശദീകരിച്ചു. എന്തായാലും വിദേശ വിനോദസഞ്ചാരികളെ എത്തിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് തിരിച്ചടിയാകും കൃത്രിമ വെള്ളച്ചാട്ടത്തിന്റെ ഈ വീഡിയോ എന്നാണ് ടൂറിസം വിദഗ്ധരുടെ അഭിപ്രായം. മരങ്ങളെ അതിൻ്റെ സ്വാഭാവിക വളർച്ചയിൽ നിന്ന് രൂപം മാറ്റിയെടുക്കുന്നത് വലിയൊരു കലയാണ്. കാഴ്ചക്കാരിൽ കൗതുകമുണ്ടാക്കുന്നതായിരിക്കും ഇത്തരം മരങ്ങൾ. എന്നാൽ അമേരിക്കയിലെ ഗിൽറോയ് പാർക്കിലെത്തുന്നവർ അറിയാതെ ചോദിച്ചു പോകും, എന്തേ ഈ മരങ്ങൾ ഇങ്ങനെയെന്ന്. 100 വർഷത്തോളം പഴക്കമുള്ള സർക്കസ് മരങ്ങളെക്കുറിച്ച് കൂടുതലറിയാം. ഈ വിചിത്ര മരത്തെ ആരും നോക്കി നിന്നു പോകും. ബാസ്ക്കറ്റ് മെടങ്ങെടുത്തതുപോലെ വളർന്നു കയറിയ ഒരു മരം. പേരും ബാസ്ക്കറ്റ് ട്രീ എന്ന് തന്നെ. തൊട്ടപ്പുറത്ത് നൃത്തം ചെയ്യുന്ന മരം. അതിനപ്പുറം ആലിംഗനബദ്ധരായ മനുഷ്യരുടെ രൂപവുമായി മറ്റൊരു മരം. പിന്നെ ഹൃദയാകൃതിയിൽ വളരുന്ന മരങ്ങൾ, മിന്നൽ പിണർ പോലെ തോന്നിക്കുന്ന മരങ്ങൾ, ആർച്ച് പോലെ തോന്നിക്കുന്ന മരം. മരങ്ങളുടെ ഈ വിചിത്ര ലോകം ഒരുക്കിയിരിക്കുന്നത് കാലിഫോർണിയയിലെ ഗിൽറോയ് ഗാർഡൻസിലാണ്. 100 വർഷത്തെ പഴക്കമുണ്ട് ഈ മരങ്ങളിൽ പലതിനും. വൃക്ഷങ്ങളെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ വ്യത്യസ്തമായി നട്ടുവളർത്തിയാണ് ഇങ്ങനെയുള്ള രൂപത്തിലെത്തിച്ചത്. ആക്സൽ എർലാൻസൺ എന്ന വ്യക്തിയാണ് ഈ വിചിത്ര മരങ്ങൾക്ക് പിന്നിൽ. അമേരിക്കയിലേക്ക് കുടിയേറിയ സ്വീഡിഷ് കർഷക കുടുംബത്തിൽപ്പെട്ട ആക്സൽ 1925 മുതലാണ് മരങ്ങൾ രൂപമാറ്റം ചെയ്യുന്നത് ഹോബിയാക്കി മാറ്റിയത്. മരങ്ങളുടെ തടികളിലും ശിഖരങ്ങളിലും കൃത്രിമമായ ഒടിവുകളും വളവുകളും ഉണ്ടാക്കിയ ശേഷം ശ്രദ്ധാപൂർവം വ്യത്യസ്ത ഡിസൈനുകളിലെ ആകൃതി വരുത്തി. മരങ്ങളെ കൂട്ടിച്ചേർത്തും ആക്സൽ പുതിയ രൂപങ്ങൾ സൃഷ്ടിച്ചു. മരത്തിന് നൽകിയ ഡിസൈനുകൾക്കനുസരിച്ച് അതിന്റെ വളർച്ചയെ നിയന്ത്രിക്കാൻ ആക്സൽ ശ്രദ്ധിച്ചിരുന്നു. ആക്സൽ ആദ്യം രൂപമാറ്റം വരുത്തിയ മരത്തിന് നൽകിയ പേര് 4 ലെഗ്ഡ് ജയന്റ് എന്നായിരുന്നു. വിചിത്ര മരങ്ങളെ സൃഷ്ടിക്കുന്ന ഹോബി ആക്സൽ പിന്നീട് വരുമാനമാക്കി മാറ്റി. അതിനു പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമായി. കാലിഫോർണിയയിലെ സ്കോട്ട് വാലിയിൽ സ്ഥലം വാങ്ങിയ ആക്സൽ തന്റെ ഡിസൈൻ മരങ്ങളെ ശ്രദ്ധാപൂർവം അവിടേക്ക് മാറ്റി സ്ഥാപിച്ചു. 1947 ട്രീ സർക്കസ് എന്ന ചെറിയ പാർക്കും തുറന്നു. 40 വർഷം കൊണ്ട് 70-ലേറെ വിചിത്ര വൃക്ഷങ്ങൾക്ക് ആക്സൽ രൂപം നൽകി. മരങ്ങളെ രൂപമാറ്റം വരുത്തുന്നത് എങ്ങനെ എന്ന രഹസ്യം ആക്സൽ ആരോടും വെളിപ്പെടുത്തിയില്ല. പക്ഷേ ജീവിക്കുന്ന ശില്പങ്ങളായാണ് ആക്സലിന്റെ മരങ്ങളെ കരുതി പോരുന്നത്. ഒറ്റനോട്ടത്തിൽ ശില്പമാണോ എന്ന് ആർക്കും ഈ മരങ്ങളെ കാണുമ്പോൾ തോന്നിപ്പോകും. എന്നാൽ വിചാരിച്ചതുപോലെ സാമ്പത്തിക ലാഭമൊന്നും ട്രീ സർക്കസിൽ നിന്നുണ്ടായില്ല. വാർദ്ധക്യത്തിൽ അസുഖങ്ങൾ കാരണം ആരോഗ്യം മോശമായപ്പോൾ ആക്സൽ 1963 തന്റെ സർക്കസ് മരങ്ങളും പാർക്കും വിറ്റു. തൊട്ടടുത്ത വർഷം ആക്സൽ അന്തരിച്ചു. പിന്നീട് പലരുടെ കൈകളിലൂടെ സർക്കസ് മരങ്ങൾ കടന്നുപോയെങ്കിലും ആക്സലിനെ പോലെ ആ മരങ്ങളെ ആരും പരിചരിച്ചില്ല. ഒടുവിൽ നോബ് ഹിൽ ഫുഡ്സിന്റെ ഉടമ മൈക്കൽ ബോൺഫാൻ ശില്പമരങ്ങളെ ഏറ്റെടുത്തു. 1985 കാലിഫോർണിയയിൽ ഗിൽറോയ് ഗാർഡൻസ് എന്ന ഫാമിലി തീം പാർക്ക് തുടങ്ങിയ ബോൺഫാൻ 24 സർക്കസ് മരങ്ങളെ അവിടെ എത്തിച്ചു. ശ്രദ്ധാപൂർവം പിഴുതെടുത്ത് വാഹനങ്ങളിലാണ് കിലോമീറ്റർ അകലെയുള്ള പാർക്കിലെത്തിച്ചത്. ഗിൽറോയ് ഗാർഡൻസിലെ മുഖ്യ ആകർഷണമായി മാറിയ 24-ലേറെ സർക്കസ് മരങ്ങൾ ഇന്നും അവിടെയുണ്ട്. ശേഷിച്ച ഏതാനും സർക്കസ് മരങ്ങൾ സാന്റാക്രൂസിലെ മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഹിസ്റ്ററിയിലും ബാൾട്ടിമോറിലെ മേരിലാൻഡ് അമേരിക്കൻ വിഷനറി ആർട്ട് മ്യൂസിയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട്. ആക്സലിന്റെ മരങ്ങൾ നിരവധി കലാകാരന്മാർക്കും ഡിസൈനർമാർക്കും ഇന്നും പ്രചോദനമാണ്. ലോകപ്പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.